എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, അമ്പും വില്ലും. അവസാനം എനിക്കപ്പോഴേ തോന്നി ലോകേഷിൻ്റെ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ളൊരു പടം അതാണ് കൂലി. പേഴ്സണലി എനിക്ക് തോന്നിയത്. കാരണം പുള്ളിയുടെ തന്നെ ഒരു സംഭവമുണ്ട്. ആക്ടേഴ്സിന് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുക, കിട്ടില്ല ഇന്റർവെൽ ബ്ലോക്ക്, ധാരാളം ഗൂസ് ബംപ് സീൻസ്, ഹൈ മൊമെന്റ്സ്, അങ്ങനെ ഒരുപാട് ആക്ഷൻ സീക്വൻസ് ആണെങ്കിലും പുള്ളി ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ലോകേഷിന് ഇത്രയും, പുള്ളിയുടെ ഒരു ബ്രാൻഡ് അനുസരിച്ച് തന്നെയാണ് ഇത്രയും ഹൈപ്പ് വന്നത്. അഫ്കോഴ്സ് രജനി ഒരു സ്ഥലത്തുണ്ട് സ്റ്റൈൽ. പക്ഷെ നമ്മൾ വേട്ടയിൽ എടുത്തു കഴിഞ്ഞാൽ, ഞാനൊക്കെ ഫസ്റ്റ് ഡേ പോകുന്ന സമയത്ത് ആക്ച്വലി ഒരു ബുക്ക് ചെയ്യാതെ പോകാൻ പറ്റുന്ന തരത്തിലുള്ള സംഭവമായിരുന്നു. ബട്ട് സ്റ്റിൽ എനിക്ക് വേട്ടയെ എന്തിനേക്കാൾ ഇഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ കൂട്ടുകാരൻ അന്നൊരിക്കൽ സംസാരിച്ച പോലെ പുള്ളി ഇന്റർവ്യൂസ് ഒക്കെ കണ്ടിട്ട് അവൻ കൂടുതൽ സംസാരിക്കണ്ടല്ലോ, കുളമാക്കുമോ, നാമ പേസാ കൂടാതെ പടം താൻ പേസണം. അതാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇതില് നമ്മുടെ തുടക്കത്തില് ഒരു പോർട്ട് കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഹാർബർ രണ്ടോന്ന് തന്നെ ഹാർബർ കാണിക്കുന്നുണ്ട്. അവിടെ കുറച്ച് ലീഗൽ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിന്റെ മെയിൻ ആയിട്ട് നമ്മുടെ സൗബിൻ ഷാഹിറിനെ കാണിക്കുന്നുണ്ട്. സൗബിൻ ഷാഹിറിനെ കാണിച്ചിട്ട് അവിടെ ഒരു ഇൻഫോമർ ഉണ്ട്. അപ്പോൾ പുള്ളിനെ പിടിക്കുന്നതൊക്കെ ആയിട്ടാണ് ഫസ്റ്റ് സീൻ കാണിക്കുന്നത്. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ രജനി സാറിനെ കാണിക്കുന്നുണ്ട്. പുള്ളിനെ നമ്മുടെ കിഡ്ലൻ സോങ് ഒക്കെ ആയിട്ട് നമ്മളെ ഒന്ന് ബൂസ്റ്റ് ആക്കി വെക്കുന്നത്, ചിക്കിട്ട് 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 എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് തന്റെ സുഹൃത്തായ രാജശേഖർ കൊല്ലപ്പെടുത്തപ്പെട്ട വിവരം അറിയുന്നത്. 30 വർഷത്തേക്ക് അപ്പുറം പുള്ളി പോയി കാണുകയാണ്. അപ്പോൾ പുള്ളിയുടെ ആ മരണത്തിൽ ഒരു അപാകത തോന്നുകയും അതിന്റെ പിന്നാലെ നടക്കുകയും ചെയ്യുന്നു. പിന്നീട് നടക്കുന്ന കാര്യങ്ങളാണ് കഥ. കഥ എന്ന് പറഞ്ഞാൽ ഒരു കൊണച്ച കഥയാണ് ശരിക്കും പറഞ്ഞാൽ. അതായത് രജനീന്റെ കൂട്ടുകാരൻ സത്യരാജ്, പുള്ളി ഒരു ചെയർ കണ്ടുപിടിക്കും, അതിലിരുത്തി ഷോക്ക് അടുപ്പിച്ചിട്ട് നമ്മളെ കരിച്ചു കളയും. അപ്പോൾ അത് വില്ലന്മാരടിക്കും, വില്ലന്മാരിൻ്റെ ഇടയിൽപ്പെടും. പിന്നെ അറിയാലോ അതിൻ്റെ ഇൻറ്റീരിയൽ ബിസിനസ്സുകളും കണ്ടുപിടിക്കും. അപ്പോൾ അതിന് വേണ്ടി പുറത്തറിയാണ്ടിരിക്കാൻ. അപ്പം ഞാൻ ചോദിക്കുകയാണ്, ഈ കഥ എവിടെ നിന്നാണ് പുള്ളി കിട്ടിയെന്നാണ്. ഇപ്പോൾ ലോകേഷിൻ്റെ പടങ്ങൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കിടിലൻ എല്ലാം ഒന്നിനൊന്ന് നമുക്ക് കാണാൻ, അല്ലെങ്കിൽ ഓർത്ത് വെക്കാനുണ്ടാവും, അല്ലെങ്കിൽ അടുത്ത റിപ്പീറ്റ് വായിച്ചിൽ ഇന്ന കാര്യങ്ങളുണ്ടാവും. വിക്രമൊക്കെ ഫുള്ളായിരുന്നു കാണാം. മാനഗരം, കൈദി, എനിക്ക് മാസ്റ്റർ സെക്കൻഡ് ഹാഫിൽ കുറച്ച് ഇത് ഉള്ള വെച്ചാൽ അതും കാണാൻ പറ്റും. ലിയോ പിന്നെ ഫ്ലാഷ് ബാക്ക് സീൻ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ അടിപൊളി പടം തന്നെയാണ്. കാരണം അന്ന് എനിക്ക് തോന്നുന്നു ഇതിനേക്കാൾ ഹൈപ്പ് കൂടുതലായിരുന്നു ആ പടത്തിന്. ആ ഹൈപ്പ് തന്നെയാണ് എല്ലാവർക്കും ഒരു ആവറേജ് അഭിപ്രായം വന്നത്. ഒപ്പം ഫ്ലാഷ് ബാക്ക് അത്ര പഞ്ചിങ് ആയില്ല. പക്ഷെ സ്റ്റിൽ അതിന്റെ ഇന്റർവെൽ ബ്ലോക്ക് തന്നെ മതി, ഇന്റർവെല് വരെ തന്നെ മതി ആ പടത്തിന്റെ റേഞ്ച് മനസ്സിലാക്കാൻ. ഇവിടെ അങ്ങനെ ഒരു ഹൈ മൊമെന്റ്സോ ഓർത്ത് വെക്കാൻ പറ്റുന്ന ഒരു ഗൂസ് ബംപ് സീനോ ഒന്നും തന്നെ ഇല്ല. പൂർണ്ണമായും ഒരു ഫ്ലാറ്റ് ആയ രീതിയിലേ ഈ പടം പോകുന്നുണ്ട്. ആ മോണിക്ക സോങ് കൊള്ളായിരുന്നു, പക്ഷെ അത് പ്ലേസ് ചെയ്ത് എന്തിനാന്ന് മനസ്സിലായത്. ചുമ്മാ ഒരു സ്ഥലത്ത് കൊണ്ട് ഇട്ടു, എവിടെയെങ്കിലും ഇടണമല്ലോ എന്ന് വെച്ചിട്ട് ഇട്ടു. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സാധനം ആ പവർ ഹൗസിന്റെ BGM ആണ്. അത് ഞാൻ നോക്കിയിട്ട് പുല്ല് കാണണേ ഇല്ല, ഇത് എന്താപ്പാന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ആലോചിച്ചത് ഈ സാധനം ഇടണമെങ്കിൽ ഒരു നല്ലൊരു കിടിലൻ സീന് വേണ്ടേ, അതില്ല. പിന്നെ എനിക്ക് തോന്നിയത് ഫ്ലാഷ് ബാക്ക് അന്നേരം ഇട്ടപ്പോൾ ഒരു കിടിലനായിരുന്നു. അല്ലാതെ ഈ പടത്തിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ എനിക്ക് ഓർത്ത് വെക്കാൻ തന്നെയില്ല. പിന്നെ ട്രെയിലറിൽ അനിരുദ്ധിന്റെ സൗണ്ടിൽ വെച്ചിട്ട് ഒരു സാധനം ഉണ്ടല്ലോ, അറങ്കം മതിര വിസിൽ പറക്കവേ എന്ന് പറഞ്ഞിട്ട്, എനിക്കത് ട്രെയിലറിൽ തന്നെ എന്തോ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. സുഖമായി തോന്നിയില്ല. അതുപോലെ തന്നെ ഇതിൽ ഫൈറ്റിൽ കൊടുത്തപ്പോഴും എനിക്ക് അതേ ഫീലായിരുന്നു. ആദ്യത്തെ ഒരു ഫൈറ്റിന് ഒരു അത്യാവശ്യം കിട്ടിയ ഒരു കയ്യടിയും കാര്യങ്ങളൊന്നും പിന്നെ പടത്തിന് കിട്ടിയില്ല. കാരണം മാസ് സീൻ ഒരവിടെ വെച്ചിട്ടുണ്ട്, പക്ഷെ അതിന് എലവേറ്റ് ചെയ്യുന്ന ഒരു സീനൊന്നുമില്ല. ബാക്കിയുള്ള പടങ്ങൾ അങ്ങനെയല്ല. ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അതൊക്കെ കൊണ്ടുവന്ന് ടോപ്പിൽ നിർത്തിക്കൊണ്ട് ഒരു കത്തിക്കലുണ്ട്, അതിലാണ് നമ്മൾ ഫയർ ആകുന്നത്. ഇവിടെ അങ്ങനെ ഒന്നുമില്ല. ചില സീൻസ് ഒക്കെ ഭയങ്കരമാണ്. രജനിനെ എടുത്തു കഴിഞ്ഞാൽ പുള്ളി ആക്ഷൻ സീൻസ് ഒക്കെ ചെയ്യാൻ പാടുപെടുന്ന പോലെയാണ് നിൽക്കുന്നത്. ഓഫ് കോഴ്സ് പുള്ളിക്ക് വയസ്സായി, പക്ഷെ ആ രീതിയിൽ പ്രസന്റ് ചെയ്യണം. ഇപ്പൊ ജയിലുകളിലൊക്കെ എങ്ങനെയാണ്, നമുക്കത് ഫീൽ ചെയ്യിക്കില്ല. ഇവിടെ ഭയങ്കരമായി ഫീൽ ആയിപ്പോയി പുള്ളിക്ക്. പിന്നെ ഡയലോഗ് ഡെലിവറി ഒക്കെ പണ്ടത്തെ പോലെ ഒരു സുഖമില്ല, സൗണ്ടൊന്നും മൊത്തത്തിൽ പോരാ. പിന്നെ നാഗാർജുനനെ നല്ല സ്റ്റൈലിഷ് ആയിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ക്യാരക്ടറൊക്കെ ഭയങ്കര എഴുത്തൊന്നും ഭയങ്കര ഇതൊന്നുമില്ല. പുള്ളിയാണോ വില്ലനല്ലോ സൗബിൻ ഷാഹിറാണോ ഉള്ളതാണ് ഡൗട്ട്. കാരണം സൗബിൻ ഷാഹിർ ത്രൂ ഔട്ട് റോളുണ്ട് പുള്ളിനേക്കാളും കൂടുതൽ. സൗബിൻ അത്യാവശ്യം കൊള്ള ചെയ്തിട്ടുണ്ട്, പക്ഷെ ഈ പടത്തിൽ മൊത്തത്തിൽ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. ഒരു പ്രോപ്പറായിട്ടുള്ള സ്ക്രീൻ പ്ലേ ഇല്ല. എങ്ങോട്ടൊക്കെയോ കഥ പോയി എങ്ങോട്ടൊക്കെയോ കൊണ്ട് അവസാനിപ്പിച്ച്. പിന്നെ ഉപേന്ദ്ര വന്നപ്പോൾ ഒരു ഓളമൊക്കെ ഉണ്ടായിരുന്നു. ആ പുള്ളിക്ക് നല്ല മാസ് ഓവർ ഉണ്ട് കേട്ടോ.
ഞാൻ പുള്ളിയുടെ പടങ്ങളൊന്നും കണ്ടിട്ടില്ല, പക്ഷെ പുള്ളി വന്ന സമയത്ത് ഒരു കിഡിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ AI ഫ്ലാഷ് ബാക്ക് AI സീനിലാണ് രജനീൻ്റെ പഴയ കാലം അടിപൊളിയായിരുന്നത്. അതെല്ലാവർക്കും അറിഞ്ഞ ട്രെയിലറിൽ തന്നെ കാണിക്കുന്നുണ്ട്. അത് ആ സീൻ വന്നപ്പോൾ ഒരു കിഡിലനായിരുന്നു. പിന്നെ അമീർ ഖാൻ എന്തിനോ വന്നു, അത്രയേ ഉള്ളൂ, അല്ലാതെ കൂടുതലായിട്ടൊന്നുമില്ല. പിന്നെ ശ്രുതി ഹാസനെ എടുത്തു കഴിഞ്ഞാൽ സിനിമയുടെ തുടക്കത്തിൽ കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ സൂപ്പറായി അഭിനയിച്ചിട്ടുണ്ടാവില്ല ഇതിൽ. അച്ഛൻ്റെ മരണം അത് കണ്ടിട്ടുള്ള അഭിനയം അടിപൊളിയായിട്ടല്ലോ. പിന്നെ നോക്കുമ്പോൾ പടം മൊത്തം ഒരേ ഭാവം, ഒരേ ഒരു പന്തങ്ങണ്ട വിരിച്ചാൽ നിൽക്കുന്ന പോലെ ഒരു പ്രത്യേക തരം ഭാവമുണ്ട്. നിങ്ങൾ കണ്ടു കഴിഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെ മൊത്തത്തിൽ പടം എല്ലാവരും പണി, ഞാനും പണി എന്ന് പറഞ്ഞ പോലെ ലോകേഷ് കനകരാജും പണി. പുള്ളി എന്തിനാണ് ഇങ്ങനെ ഭയങ്കര ഒരു, നമ്മളെ ഒരു പടത്തിനെ കുറിച്ച് എല്ലാവരും അതിൻ്റെ ക്രൂ മെമ്പേഴ്സ് ആയാലും അത്യാവശ്യം പ്രൊമോക്കാൻ വേണ്ടിയിട്ട് നല്ല തന്നെയാണ് പറയുള്ളൂ. പക്ഷേ ഇച്ചിരി ഓവറായപ്പോഴേ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ഈ നമുക്ക് ഞാൻ ഈ പരിപാടി മുമ്പ് കണ്ടിട്ടില്ല, കൂലി അൺലീഷ്ഡ്. കാരണം അത് കണ്ടു കഴിഞ്ഞിട്ട് പടത്തിന് പോയി കഴിഞ്ഞാൽ ഭയങ്കര, ഇനിയിപ്പോൾ കാണുമ്പോൾ എനിക്ക് കോമഡി ആയിട്ടായിരിക്കും തോന്നുന്നത്. നാഗാർജുനൻ്റെ ഒരു ഷോർട്സ് കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു കൂലി ഈക്വൽ ടു 1000 ഭാഷ. അത് ഭാഷ എവിടെ കിടക്കണടാ. ഇത് ഒരുമാതിരി കഥയും ഒരുമാതിരി തിരക്കഥയും കൊണ്ട് മൊത്തം കുളമാണ്. ചില സീൻസൊക്കെ ഉണ്ട്, പക്ഷെ അത് നമുക്ക് മൈൻഡിക്ക് വരുന്നില്ല. കാരണം ഒരു പുവർ എക്സിക്യൂഷൻ ആയിരുന്നു മൊത്തത്തിൽ. ഒരേ ഫ്ലാറ്റായിട്ട് തന്നെ പടം പോകുന്നുണ്ട്. ഇപ്പോൾ ബാക്കിയുള്ള റോഷിൻ്റെ ഏത് പടം എടുത്താലും ഒരേ സ്പീഡിൽ പോയി ഇൻ്റർവെല്ലിന് ഒരു ഒറ്റ ചാട്ടമാണ് അങ്ങോട്ട്. നമുക്ക് ഹൈയിൽ ഇങ്ങനെ നിർത്തിയിട്ടാണ് ഇൻ്റർവെൽ നിർത്തുന്നത്. നമുക്ക് വെളിപ്പോൾ ചായ കുടിക്കാൻ പോലും ഒരു മൂഡ് തോന്നില്ല. അടുത്ത് എന്താടാ നടക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഒന്നുമില്ല, എപ്പടാ പഴം തീരുന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ മൊത്തത്തിൽ ഈ വർഷം എല്ലാവർക്കും പണി കിട്ടുന്ന വർഷമാണ്. വേറൊന്നുമില്ല, കയ്യിൽ കുറേ പൈസ കിട്ടും, ബിസിനസ് മൈൻഡ് നോക്കി പല പല താരങ്ങളെ കൊണ്ടിരുത്തി അവസാനം എഴുത്തിൽ മാത്രം കോട്ട വിടുക. അപ്പം നിങ്ങൾ കാണുക. കുറേ പേര് പറയും അയ്യോ കാണണ്ട, ഒരു പ്രാവശ്യം കണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ എനിക്ക് ഒരു പ്രാവശ്യം കണ്ടതില്ല. ഇത് ഒരു പ്രാവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത പ്രാവശ്യം കാണുമ്പോൾ ആ ഒരു സീൻ മാത്രം എടുത്ത് കാണാം, അത് കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഉണ്ട്. ഇതിൽ വേണമെങ്കിൽ മോനിക്ക സോങ് വേണമെങ്കിൽ കേൾക്കാം. അത് പക്ഷെ ആ പടത്തിൻ്റെ കൂടെ കാണുമ്പോൾ അതും മിസ്ഫിറ്റ് ആയിട്ടാണ് തോന്നുക. സെപ്പറേറ്റ് എടുത്ത് കാണാം. പിന്നെ സൗബിൻ ഷാഹിൻ്റെ ക്യാരക്ടർ, ഇവൻ എന്ത് ചാവൂല്ലടി, ഇവൻ സൂപ്പർ ഹീറോ അവൻ. ചുറ്റിയോണ്ട് നല്ല അടി. ഇനിയിപ്പോൾ സ്പോയിലർ ആകും, എന്നെ തെറി വിളിക്കും. അപ്പോൾ കൂലി മൊത്തത്തിൽ നമ്മുടെ കൂലി പോയി.